ഏവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം എന്ന ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. ഒരു വസ്തു പ്ലവനം ചെയ്യുക അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ചില വസ്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളത്തിലൊക്കെ പൊങ്ങിക്കിടക്കും. ഒരു കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. പക്ഷേ ഒരു കൊച്ചു കോയിൻ എന്ത് ചെയ്യും, വെള്ളത്തിൽ താഴ്ന്നു പോകും. ഇനിയിപ്പോൾ ഹണിയുടെ കാര്യം പറയാം. ഹണി, തേൻ, അത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകും. എന്നാൽ ഓയിൽ എന്ത് ചെയ്യും, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചില വസ്തുക്കൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? എന്തുകൊണ്ടാണ് ചില വസ്തുക്കൾ താഴ്ന്നു പോകുന്നത്? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഭാഗത്തേക്ക് കിടക്കാം. ഇവിടെ ഞാൻ ഈ ഒരു ബീക്കറിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു വസ്തുവിനെ മുക്കി വയ്ക്കുക. അതായത് ഇപ്പോൾ ഈ വസ്തുവിൽ രണ്ട് ബലങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഒന്ന്, ഈ വസ്തുവിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ ഭാരം, അത് താഴേക്ക്. രണ്ടാമത്, ഈ വസ്തുവിൽ ഈ ലിക്വിഡ് കൊടുക്കുന്ന മുകളിലേക്കുള്ള ബലം. അതിൻ്റെ പേരാണ് എന്തോന്ന്, ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻസി, അതും അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം. സോ ഇവിടെ വസ്തുവിൻ്റെ വെയിറ്റ് താഴേക്കും ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം മുകളിലേക്കും അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ നോക്കിയേ, താഴേക്ക് കൊടുക്കുന്ന ഫോഴ്സ് കൂടുതലും മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് കുറവുമാണെങ്കിൽ ഈ വസ്തു എന്ത് ചെയ്യുമായിരിക്കും? ഒരു വസ്തു താഴേക്ക് കൊടുക്കുന്ന ഫോഴ്സ് കൂടുതലും അതിന് മുകളിലേക്ക് കിട്ടുന്ന ഫോഴ്സ് കുറവുമാണെങ്കിൽ ആ വസ്തു എന്ത് ചെയ്യും? അതെ, വെള്ളത്തിലേക്ക് താഴ്ന്നു പോകും. കാരണം ഫോഴ്സ് കൂടുതൽ താഴോട്ടാണ്. സോ ഇതെന്ത് ചെയ്യും, കുറച്ച് താഴേക്ക് വരും, അതായത് സിങ്ക് ചെയ്യും, താഴ്ന്നു പോകും. ഇനി നേരെ തിരിച്ച് മറ്റൊരു വസ്തു, ഈ വസ്തുവിൽ താഴേക്കും ബലം അനുഭവപ്പെടുന്നുണ്ട്, മുകളിലേക്കും ബലം അനുഭവപ്പെടുന്നുണ്ട്. താഴേക്ക് കൊടുക്കുന്നത് ഈ വസ്തുവിന്റെ ഭാരമാണ്. ആ ഭാരം അല്ലെങ്കിൽ ആ വെയിറ്റ് കുറവും മുകളിലേക്ക് കൊടുക്കുന്ന ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കൂടുതലുമാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ വസ്തു എന്ത് ചെയ്യും? അത് മുകളിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ രണ്ടുപേര് തമ്മിൽ ബലം പ്രയോഗിക്കുന്നു. അതിൽ ആരാണോ കൂടുതൽ ബലം പ്രയോഗിക്കുന്നത് അയാൾ എന്ത് ചെയ്യും? മറ്റേയാളെ തോൽപ്പിക്കും. ഇവിടെ ഈ വസ്തുവില് താഴേക്ക് കൊടുക്കുന്ന ബലം കുറവ്, അതായത് വസ്തുവിന്റെ വെയിറ്റ് കുറവാണ്, ബോയന്റ് ഫോഴ്സ് കൂടുതലുമാണ്. ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കൂടുതലും വെയിറ്റ്, വസ്തുവിന്റെ വെയിറ്റ് കുറവുമാണെങ്കിൽ ഈ വസ്തു എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. ഇനി മറ്റൊരു വസ്തു, ഈ വസ്തുവില് താഴേക്ക് കൊടുക്കുന്ന ബലവും അതായത് ഈ വസ്തുവിന്റെ വെയിറ്റും മുകളിലേക്ക് ഈ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം ഈ വെയിറ്റിന് ഈക്വൽ ആണെങ്കിൽ, അതായത് താഴേക്ക് കൊടുക്കുന്ന ബലവും മുകളിലേക്ക് കിട്ടുന്ന പ്ലവക്ഷമ ബലവും ബോയന്റ് ഫോഴ്സും ഈക്വൽ ആണെങ്കിൽ ആ വസ്തു എന്ത് ചെയ്യും? താഴോട്ടോ മുകളിലോട്ടോ പോവും. താഴോട്ടുള്ളതും മുകളിലോട്ട് കൊടുക്കുന്ന ഫോഴ്സും സെയിം ആണ് അല്ലെങ്കിൽ തുല്യമാണെങ്കിൽ ഈ വസ്തു എന്ത് ചെയ്യും? അത് വാട്ടറിൽ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും അല്ലെങ്കിൽ ജലത്തിൽ പൊങ്ങിക്കിടക്കും. സോ ഒരു വസ്തു ജലത്തിൽ പൊങ്ങിക്കിടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡിൽ അത് പൊങ്ങിക്കിടക്കണമെങ്കിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? ആ വസ്തു താഴേക്ക് കൊടുക്കുന്ന ആ വസ്തുവിന്റെ വെയിറ്റും അതിന് മുകളിലേക്ക് ലഭിക്കുന്ന ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലവും രണ്ടും ഈക്വൽ ആണെങ്കിൽ, രണ്ടും തുല്യമാണെങ്കിൽ ആ വസ്തു പൊങ്ങിക്കിടക്കും. താഴോട്ട് കൊടുക്കുന്ന ബലമാണ് കൂടുതൽ അല്ലെങ്കിൽ വസ്തുവിന്റെ ഭാരം കൂടുതലാണെങ്കിൽ ആ വസ്തു എന്ത് ചെയ്യും? താഴോട്ട് വരും. ബോയന്റ് ഫോഴ്സ് കുറവും താഴോട്ടുള്ള വെയിറ്റ് കൂടുതലുമാണെങ്കിൽ ആ വസ്തു താഴേക്ക് വരും. ഇനി ബോയന്റ് ഫോഴ്സ് വളരെ കൂടുതലും വെയിറ്റ് കുറവാണെങ്കിൽ ആ വസ്തു എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. ഇവിടെ നിൽക്കൂല, ഇതങ്ങ് മുകളിലോട്ട് പോകും. ഇനി വെയിറ്റും, ആ വസ്തുവിന്റെ വെയിറ്റും അതിൽ അനുഭവപ്പെടുന്ന
ബോയന്റ് ഫോഴ്സും ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ പ്ലവക്ഷോഭ ബലവും തുല്യമാണെങ്കിൽ ആ വസ്തു എന്ത് ചെയ്യും? ജലത്തിൽ ഫ്ലോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. എന്താണ്? വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു ബോയന്റ് ഫോഴ്സ്. അതായത് വസ്തുവിന്റെ ഭാരവും അതിന് ലഭിക്കുന്ന ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലവും തുല്യമാണെങ്കിൽ ആ വസ്തു എന്ത് ചെയ്യും? അത് ജലത്തിൽ ഫ്ലോട്ട് ചെയ്യും, അല്ലെങ്കിൽ പ്ലവനം ചെയ്യും, അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കും. ഓക്കെ, ഇവിടെ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഈ വസ്തു ഈ ലിക്വിഡിൽ എന്ത് ചെയ്യാണ്? ഫ്ലോട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കുകയാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ വസ്തുവിന്റെ വെയിറ്റും ഈ വസ്തുവിന് മുകളിലേക്ക് കിട്ടുന്ന ബോയന്റ് ഫോഴ്സും അല്ലെങ്കിൽ ബോയൻസിയും അതും അല്ലെങ്കിൽ പ്ലവക്ഷമ ബലവും തുല്യമാണ്, ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഈ വസ്തു എന്ത് ചെയ്യുന്നത്? ഇതിൽ പൊങ്ങിക്കിടക്കുന്നത്, അല്ലേ? ഒരു കാര്യം ശ്രദ്ധിച്ചേ, നമ്മളിവിടെ നേരത്തെ പറഞ്ഞു, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞു, ബോയന്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. അതായത് ഒരു വസ്തു മുങ്ങിയിരിക്കുമ്പോൾ അതിൽ ലഭിക്കുന്ന ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡിന് ഈക്വൽ ആയിരിക്കും, ലിക്വിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ അത് ഇവിടെ ഒന്ന് ആപ്ലിക്കബിൾ ആണോ നോക്കാം. നമുക്ക് നോക്കാം. വെയിറ്റ് ഇസ് ഈക്വൽ ടു ബോയന്റ് ഫോഴ്സ്. ബോയന്റ് ഫോഴ്സിന്റെ സ്ഥാനത്ത് ഞാൻ അത് കൊടുക്കുകയാണ്. വെയിറ്റ് ഓഫ് ദ ലിക്വിഡ്, വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. അതായത് ഇത് പുറത്തേക്ക് വിടുന്ന അല്ലെങ്കിൽ ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരത്തിന് ഈക്വൽ അല്ലേ? സോ വെയിറ്റ് എന്ന് പറയുന്നത്, ഈ വസ്തു പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ ഈ വസ്തുവിന്റെ വെയിറ്റ് ഇതിന് ലഭിക്കുന്ന ബോയന്റ് ഫോഴ്സിന് അല്ലെങ്കിൽ പ്ലവക്ഷോഭ ബലത്തിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്, ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡിന് ഈക്വൽ ആണ്. അതായത് പുറത്തേക്ക് വിടുന്ന ജലത്തിന് അല്ലെങ്കിൽ ആദേശം ചെയ്യുന്ന ജലത്തിന് ഈക്വൽ ആണ്, അതിന്റെ വെയിറ്റിന് ഈക്വൽ ആണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ വസ്തുവിന്റെ വെയിറ്റും, അത് ഒരു വസ്തു ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വസ്തുവിന്റെ വെയിറ്റും അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ അല്ലെങ്കിൽ ലിക്വിഡിന്റെ അളവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ഒരു തത്വമാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഒരു വസ്തു ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് താഴേക്ക് കൊടുക്കുന്ന ബലവും അതിന് ലഭിക്കുന്ന ബോയന്റ് ഫോഴ്സും അതുപോലെ തന്നെ അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ അളവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ തുല്യമായിരിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. അപ്പോൾ നമുക്ക് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം, അതിന്റെ നിർവചനം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്ലവന തത്വം എന്താണെന്ന് നമുക്ക് നോക്കാം. വെയിറ്റ് ഓഫ് ദ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. അതായത് ഒരു വസ്തുവിന്റെ ഭാരവും അത് ആദേശം ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ജലത്തിന്റെ ഭാരവും ഈക്വൽ ആണെങ്കിൽ ആ വസ്തു പ്ലവനം ചെയ്യും, അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യും. അതായത് ഈ ഒരു ബീക്കറിലിരിക്കുന്ന ലിക്വിഡില് ഈ ഒരു വസ്തു ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ, ഈ ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ വെയിറ്റും അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ വെയിറ്റും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇതിനോട് ചേർത്ത് നമുക്കൊരു കാര്യം കൂടി പറയാം. When a body is fully immersed in a fluid, അതായത് ഒരു ഫ്ലൂയിഡിൽ ഒരു വസ്തു പൂർണ്ണമായിട്ടും മുങ്ങിയിരിക്കുമ്പോൾ the volume of the displaced fluid is equal to the volume of the body. അതായത് ഇത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ വോളിയവും ഈ ഒബ്ജക്റ്റിന്റെ വോളിയവും ഈക്വൽ ആയിരിക്കും. ഈ ഒരു സെന്റൻസ് കൂടി നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാം. അപ്പോൾ പ്ലവന തത്വം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് എങ്ങനെ പറയാം? വെയിറ്റ് ഓഫ് ദ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. ഇതോടൊപ്പം എന്തുകൂടി പറയണം?
when a body is fully immersed in a fluid, the weight of the fluid displaced is equal to the weight of the body. അല്ലേ? അതായത് പ്ലവനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ ഭാരവും അത് ആദേശം ചെയ്യുന്ന ജലത്തിന്റെ ഭാരവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി ഒരു വസ്തു പൂർണ്ണമായിട്ടും ആ ഫ്ലൂയിഡിൽ മുങ്ങിയിരിക്കുകയാണെങ്കിൽ അത് ആദേശം ചെയ്യുന്ന ജലത്തിന്റെ വോളിയവും അല്ലെങ്കിൽ വ്യാപ്തവും ഈ വസ്തുവിന്റെ വ്യാപ്തവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതാണ് ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്ലവന തത്വം. ഈ അവസാനം പറഞ്ഞ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നോക്കി, വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. വസ്തുവിന്റെ വ്യാപ്തം അത് ആദേശം ചെയ്ത ജലത്തിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. സോ ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിളിൽ ഈ ഒരു കാര്യവും കൂടി ചേർത്ത് പറഞ്ഞാൽ മതിയാവും. നമ്മൾ ഈ പറഞ്ഞ ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്ലവന തത്വം ഒരു എക്സാമ്പിളിലൂടെ അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഈ ഒരു ബീക്കറിൽ ഇത്രയും ഭാഗത്ത് വെള്ളമുണ്ട്. അതായത് ഇനിയും വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ഇതുവഴി എന്ത് ചെയ്യും? പുറത്തേക്ക് ഈ ഒരു ഫണലിലൂടെ ഇതിലേക്ക് വന്ന് നിറയും. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു വസ്തുവിനെ എടുത്തിടുക. ഈ വസ്തു നമുക്കറിയാം എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഈ വസ്തു താഴേക്ക് കൊടുക്കുന്ന വെയിറ്റ് അല്ലെങ്കിൽ ഈ വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആണെങ്കിൽ അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടർ, അതായത് ഇതിലേക്ക് എടുത്തിടുമ്പോഴത്തേക്ക് കുറച്ച് വാട്ടർ എന്ത് ചെയ്യും? ഇതുവഴി പുറത്തേക്ക് വരും, ഡിസ്പ്ലേസ് ചെയ്യും അല്ലേ? ആ ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ അളവും എന്തായിരിക്കണം? 1 ന്യൂട്ടൺ ആയിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുള്ളൂ. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം എന്താണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. എന്താ? വെയിറ്റ് ഓഫ് ദ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. അതായത് വസ്തുവിന്റെ ഭാരവും അത് ആദേശം ചെയ്യുന്ന ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ വെയിറ്റും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം അല്ലേ? സോ ഇതിന്റെ വസ്തുവിന്റെ ഭാരം 1 ന്യൂട്ടൺ ആണെങ്കിൽ അത്രയും ഭാരം തന്നെ ആയിരിക്കും ആ ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യത്തിലേക്ക് നോക്കിയേ. ഈ വസ്തുവിന്റെ ഇത്രയും ഭാഗമാണ് എന്ത് ചെയ്യുന്നത്? വെള്ളത്തില് ഇമേഴ്സ്ഡ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗത്തിന്റെ വോളിയം ഇപ്പോൾ നമുക്കൊരു 3 സെന്റിമീറ്റർ ക്യൂബ് എന്നെടുക്കാം. അതായത് വെള്ളത്തിൽ ഇമേഴ്സ്ഡ് ആയിരിക്കുന്ന വാട്ടറിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ വോളിയവും എത്ര തന്നെ ആയിരിക്കണം? 3 സെന്റിമീറ്റർ ക്യൂബ് തന്നെ ആയിരിക്കണം. നമ്മൾ ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഇമേഴ്സ്ഡ് ആയിരിക്കുന്ന വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അതായത് ഇതിന്റെ വോളിയം, വെള്ളത്തിൽ ഇമേഴ്സ്ഡ് ആയിരിക്കുന്ന ഭാഗത്തിന്റെ വോളിയം 3 സെന്റിമീറ്റർ ആണെങ്കിൽ, വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാഗത്തിന്റെ വോളിയം വ്യാപ്തം 3 സെന്റിമീറ്റർ ആണെങ്കിൽ അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ വോളിയവും എത്ര തന്നെ ആയിരിക്കും? 3 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ. ഇനി രണ്ടാമതൊരു എക്സാമ്പിൾ കൊടുക്കും. ഇവിടെ ഈ ഒരു ബീക്കറിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കോയിൻ എടുത്തിടുക. ഒരു നാണയം, ഒരു കോയിൻ എടുത്തിട്ടു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് കുറച്ച് വോളിയം വാട്ടർ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ഈ കോയിൻ്റെ വെയിറ്റും ഈ ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിൻ്റെ വെയിറ്റും ഈക്വൽ ആയിരിക്കുമോ? ഇല്ല. കാരണം എന്താണ്? ഈ കോയിൻ്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് അല്ലേ? അപ്പോൾ വ്യാപ്തം എത്ര കുറവാണോ അത്രയും കുറച്ച് വാട്ടർ ആയിരിക്കും അല്ലെങ്കിൽ അത്രയും കുറച്ച് ലിക്വിഡ് ആയിരിക്കും ഇത് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അതായത് ഈ കോയിൻ എടുത്തിടുമ്പോൾ കൂടിപ്പോയ ഒരു 4-5 തുള്ളി എന്ത് ചെയ്യും? ഇതിനകത്ത് വീഴും. ആ ഒരു 4-5 തുള്ളി ഒരിക്കലും ഈ പറയുന്ന കോയിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയില്ല. ഇതിപ്പോൾ ഈ കോയിന് ഇപ്പോൾ 1 ന്യൂട്ടൺ ആണെങ്കിൽ, 1 ന്യൂട്ടൺ ആവില്ല, ഒരു കോയിന് ഒരിക്കലും 1 ന്യൂട്ടൺ ഒന്നും വരില്ല. ഇതിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. 1 ന്യൂട്ടൺ ആണെങ്കിൽ ഇത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടർ ഒരിക്കലും എന്ത് ചെയ്യില്ല? 1 ന്യൂട്ടൺ ആകില്ല. കാരണം ഈ പറയുന്ന കോയിനിന് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം തീരെ കുറവാണ്. വ്യാപ്തം എത്രയുണ്ടോ അത്രയും വോളിയം അത് എന്ത് ചെയ്യും? അത് ഡിസ്പ്ലേസ് ചെയ്യും. അത്രയും വോളിയം വാട്ടർ അത് ഡിസ്പ്ലേസ് ചെയ്യും.
ഇവിടെ വോളിയം കുറവായതുകൊണ്ട് അത്രയും കുറച്ച് വാട്ടർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡിസ്പ്ലേസ് ചെയ്യുന്നുള്ളൂ. അതായത് ഈ കോയിലിന്റെ വെയിറ്റും അത് ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന്റെ വെയിറ്റും എന്തല്ല, ഈക്വൽ അല്ല. ഈക്വൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ കോയിൻ എന്ത് ചെയ്യും, താഴ്ന്നു പോകും. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ കോയിന് പൊക്കിക്കിടത്താം, പക്ഷേ അതൊരിക്കലും ഈ ഒരു ഷേപ്പിൽ പറ്റത്തില്ല. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കോയിലിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം വർദ്ധിപ്പിച്ചാൽ മതി. വ്യാപ്തം വർദ്ധിപ്പിച്ചിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഷിപ്പിന്റെ ഷേപ്പിൽ എന്ത് ചെയ്തു, ഈ കോയിനെ ഉരുക്കിയെടുത്ത് ഈ ഒരു ഷിപ്പിന്റെ ഷേപ്പിലാക്കുകയാണെങ്കിൽ ഇതിന് വോളിയം, ഇതേ സാധനത്തിന്റെ വോളിയം എന്ത് ചെയ്തു, ഇത്രയും കൂടി. ഇത്രയും കൂടിയപ്പോൾ അത്രയും വോളിയം വാട്ടർ എന്ത് ചെയ്യും, അത് ഡിസ്പ്ലേസ് ചെയ്യും അല്ലേ. അപ്പോൾ കൂടുതൽ എമൗണ്ട് വാട്ടർ എന്ത് ചെയ്യും, അത് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന സാധനത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കോയിനിന്റെ വെയിറ്റും ഇത്രയും ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന്റെ വെയിറ്റും എന്താവും, ഈക്വൽ ആവുമ്പോൾ ഈ സാധനം അല്ലെങ്കിൽ ഈ വസ്തു എന്ത് ചെയ്യും, പൊങ്ങി കിടക്കും. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. എന്താണ്, ഒരു വസ്തുവിന്റെ വെയിറ്റും അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ വെയിറ്റും ഈക്വൽ ആണെങ്കിൽ ആ വസ്തു പൊങ്ങിക്കിടക്കും. ഇനി ഒരു വസ്തുവിന്റെ വെയിറ്റും അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ വെയിറ്റും ഈക്വൽ അല്ലെങ്കിൽ ആ വസ്തു എന്ത് ചെയ്യും, താഴ്ന്ന് പോകും. ഇത്രയുമാണ് ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിളിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. ഇനി നമുക്ക് ടെക്സ്റ്റിലുള്ള ചില ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അതിലൊന്നാമത്തെ ചോദ്യം, എ പീസ് ഓഫ് സ്റ്റോൺ എക്സ്പീരിയൻസസ് എ ലോസ് ഓഫ് വെയിറ്റ് ഇൻസൈഡ് ദ വാട്ടർ. അതായത് വെള്ളത്തിൽ ഇറക്കി വച്ചിരിക്കുമ്പോൾ ഒരു കല്ലിന് ഭാരക്കുറവ് അനുഭവപ്പെടുന്നു. കാരണം എന്താണ്, അതിലെന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ. അതായത് മുകളിലേക്ക് കൊടുക്കുന്ന ആ ഫോഴ്സിന് പറയുന്ന പേരെന്താണ്, ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം അല്ലേ. ആ ഒരു പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ആ ഒരു ബോയൻസി ഉള്ളത് കൊണ്ടാണ് ആ കല്ലിന് എന്ത് സംഭവിക്കുന്നത്, ഭാരക്കുറവ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് അനുഭവപ്പെടുന്നത്. സിമ്പിൾ അല്ലേ. അടുത്ത ചോദ്യം, ദോ an egg sinks in pure water, it floats in salt water. Why? അതായത് ഒരു മുട്ടയെടുത്ത് സാധാരണ വെള്ളത്തിലിട്ട് ഇടുമ്പോഴത്തേക്ക് അത് താഴ്ന്നു പോകും. പക്ഷേ ഇതേ മുട്ട ഉപ്പുവെള്ളത്തിൽ എന്ത് ചെയ്യും, പൊങ്ങിക്കിടക്കും. അതിന് കാരണം എന്താണ്, നമ്മുടെ ബോയൻസി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ നമ്മൾ പറഞ്ഞു. എന്താണ്, ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോയൻസിയും കൂടും, സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമ ബലവും കൂടും. ഉപ്പുവെള്ളത്തിന് അല്ലെങ്കിൽ സലൈൻ വാട്ടറിന് സാന്ദ്രത കൂടുതലല്ലേ, ഡെൻസിറ്റി കൂടുതലല്ലേ. ഡെൻസിറ്റി കൂടുമ്പോൾ അത് മുകളിലേക്ക് കൊടുക്കുന്ന ബോയന്റ് ഫോഴ്സും അല്ലെങ്കിൽ പ്ലവക്ഷമ ബലവും കൂടും. അങ്ങനെ പ്ലവക്ഷമ ബലം കൂടുമ്പോഴത്തേക്ക് ആ മുട്ട എന്ത് ചെയ്യും, പൊങ്ങിക്കിടക്കും. സലൈൻ വാട്ടറിൽ കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് കൊണ്ട് അത് പൊങ്ങിക്കിടക്കും. എന്നാൽ പ്യുവർ വാട്ടറിലാണെങ്കിലോ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ് കുറവായത് കൊണ്ട് തന്നെ മുട്ട താഴ്ന്നു പോവുകയും ചെയ്യും. അടുത്ത ചോദ്യം, കെറോസിൻ ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. മണ്ണെണ്ണ ജലത്തിൽ എന്ത് ചെയ്യും, പൊങ്ങിക്കിടക്കും. അതിന് കാരണം എന്താണ്, മണ്ണെണ്ണയ്ക്ക് ഡെൻസിറ്റി കുറവാണ്. വാട്ടറിനെക്കാളും ഡെൻസിറ്റി കുറവാണ് ആർക്ക്, കെറോസിൻ. മണ്ണെണ്ണയ്ക്ക് സാന്ദ്രത കുറവാണ്. അതുകൊണ്ട് തന്നെ സാന്ദ്രത കുറഞ്ഞ വസ്തുക്കളെല്ലാം ജലത്തിന്റെ മുകളിൽ കിടക്കും അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കും. സോ കെറോസിൻ ഫ്ലോട്ട്സ് ഓൺ വാട്ടർ ബിക്കോസ് ഓഫ് ദ ലോവർ ഡെൻസിറ്റി. അതായത് ഡെൻസിറ്റി സാന്ദ്രത കുറവായത് കൊണ്ട് തന്നെ അത് കെറോസിൻ എന്ത് ചെയ്യും, മണ്ണെണ്ണ വെള്ളത്തിൽ പൊങ്ങി കിടക്കും. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, എ ഷിപ്പ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. ഒരു കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. കാരണം എന്താണ്? ഈ ക്വസ്റ്റ്യൻ തന്നെ മാറ്റിയും തിരിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു കോയിനൊക്കെ ആണെങ്കിൽ ഒരു കുഞ്ഞു കോയിൻ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകും. പക്ഷേ ഇത്രയും ഭാരമുള്ള ഒരു കപ്പൽ എന്ത് ചെയ്യും, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ആ ഫ്ലൂയിഡ്, ഇത് കപ്പൽ. നമ്മൾ ഫ്ലോട്ടേഷൻ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി, വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതെന്തിന് ഈക്വൽ ആയിരിക്കണം, ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്, വെയിറ്റ്
of the liquid displaced. അതായത് ഈ വസ്തുവിന്റെ ഭാരവും അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ ഭാരവും ഈക്വൽ ആണെങ്കിൽ, ഫ്ലൂയിഡിന്റെ ഭാരവും ഈക്വൽ ആണെങ്കിൽ, വെയിറ്റും ഈക്വൽ ആണെങ്കിൽ ഈ വസ്തു എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. ഇല്ലേ? ഇവിടെ നോക്കിയേ, ഈ ഷിപ്പിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇതിന് വോളിയം വളരെ കൂടിയ ഒരു ഷേപ്പാണ്. ഇതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. വെയിറ്റ് ഇപ്പോൾ ഒരു 10-20,000 ടണ്ണം ഉണ്ടെങ്കിൽ പോലും എത്ര വെയിറ്റ് ഉണ്ടോ ഈ വോളിയം ഇത്രയും കൂടുതലായത് കൊണ്ട് തന്നെ ഇതിന് അത്രയും വോളിയം വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കുവാനുള്ള കഴിവും ഉണ്ടായിരിക്കും. നമ്മൾ പഠിച്ചു, വോളിയം കൂടുമ്പോൾ, വോളിയം എത്രത്തോളം കൂടുന്നോ അത്രത്തോളം വാട്ടർ എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും. സോ ഇതിന് എത്ര വോളിയം ഉണ്ടോ അത്രയും വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഷേപ്പിലാണ് നമ്മുടെ കപ്പലിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ കോയിൻ ആണെങ്കിലോ, കോയിന് ഇപ്പോൾ ഒരു നിശ്ചിത വെയിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചേ, അതിൻ്റെ വോളിയം പക്ഷെ വളരെ കുറവായതുകൊണ്ട് തന്നെ ആ കോയിനിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കുവാനുള്ള കഴിവ് ആർക്കില്ല? ആ കോയിനില്ല. നമ്മൾ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ കപ്പലിനാണെങ്കിലോ ഇതിന് വോളിയം കൂടുതലായത് കൊണ്ട് തന്നെ ഇതിൻ്റെ വെയിറ്റ് എത്രയാണോ അത്രയും വോളിയം വാട്ടറിനെ ഇതിന്, അല്ലെങ്കിൽ അത്രയും വെയിറ്റ് വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കുവാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ഷിപ്പിനുണ്ട്. അതുകൊണ്ടാണ് ഷിപ്പ് എന്ത് ചെയ്യുന്നത്? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വോളിയം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അതിന് എത്രയും വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൊങ്ങിക്കിടക്കും. ഇനി ഇതേ കാര്യം ഡെൻസിറ്റിയുടെ ബേസിൽ പറയുകയാണെങ്കിൽ കപ്പലിന് വാട്ടറിനെക്കാളും ഡെൻസിറ്റി കുറവാണ്. അതിന് കാരണം ഈ ഒരു ഷേപ്പ് ഇത്രയും ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഒരുപാട് വാക്യൂം സ്പേസസ് ഉണ്ട്. അതായത് ഒഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വായു അറകളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇതിനിവിടെ വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറവായിരിക്കും ഈ പറയുന്ന കപ്പലിന്. അതുകൊണ്ട് കപ്പൽ പൊങ്ങിക്കിടക്കും. സോ നമുക്ക് ഈ രണ്ട് രീതിയിലും, ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഏതിൽ പറയാം? കപ്പൽ എന്തുകൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ പറയാം. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്കൊരു സെന്റൻസ് ആയിട്ട് പറയാം. The volume of the ship is increased to a shape such that the weight of the ship is equal to the weight of the liquid displaced. അതായത് ഈ ഷിപ്പിനെ നിർമ്മിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഏത് രീതിയിലാണ്? ഇതിന്റെ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന്റെ ഭാരത്തിന് തുല്യമായിട്ടുള്ള വെയിറ്റ് ജലം അത് ആദേശം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഷേപ്പിലാണ് ആര് നിർമ്മിച്ചിരിക്കുന്നത്? ഈ കപ്പലിനെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കപ്പലിന് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാൻ പറ്റും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ.